ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. പേരാമ്പ്രയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ദി ക്യാമ്പ് പേരാമ്പ്രയുടെ 12ാമത് ചിത്രപ്രദർശനം എൻഡ്ലെസ് എക്സ്പ്രഷൻ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഇന്ന് സമാപിക്കും. പ്രദർശനത്തിൽ ദ ക്യാമ്പിലെ 22ഓളം ചിത്രകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ശ്രീജേഷ് ശ്രീതിലകം ക്യൂറേറ്റ് ചെയ്യുന്ന ചിത്രപ്രദർശനത്തിൽ ദി ക്യാമ്പ് അംഗങ്ങളായ ആർ ബാലകൃഷ്ണൻ, അഭിലാഷ് തിരുവോത്ത്, അനുപമ അവിട്ടം, അതുൽ മേപ്പയൂർ, ബാബു പുറ്റംപോയിൽ, ബഷീർ ചിത്രകൂടം, ബിജു ഇടത്തിൽ, ദേവരാജ് കന്നാട്ടി, ജെസ്സി ജോസ്, ലിതേഷ് കരുണാകരൻ, നന്ദന രശ്മി സുരേഷ്, നിതേഷ് തെക്കേലത്ത്, പ്രജീഷ് പേരാമ്പ്ര, രാജീവൻ, കെ സി രമേശ് കോവുമ്മൽ, കെ റജികുമാർ, രഞ്ജിത്ത് പട്ടാണിപ്പാറ, ഋതുപർണ പി രാജീവ്, സിനോജ് ജോസ്, ഡോക്ടർ സോമനാഥൻ പി, ശ്രീജേഷ് ശ്രീതിലകം, സുരേഷ് കല്ലോത്ത് എന്നിവരുടെ സൃഷ്ടികൾ പ്രദർശനത്തിനുണ്ടാവും. ചിത്രപ്രദർശനത്തിൽ പങ്കെടുക്കുന്നവർ പങ്കിടുന്ന നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ആർട്ട് കഫേയിൽ. എൻ്റെ പേര് സുരേഷ് കുമാർ വി കെ. ഞാൻ വരുന്നത് പേരാമ്പ്രയിൽ നിന്നാണ്. ചെറുപ്പകാലം മുതൽ ചിത്രരചനയിൽ വ്യാപൃതനായിരുന്നു. സ്കൂൾ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചിത്രങ്ങൾ വരച്ചിരുന്നു. പക്ഷേ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടില്ല. പേരാമ്പ്രയിലുള്ള എൻ്റെ കൂട്ടുകാർ എല്ലാം ആർട്ടിസ്റ്റുകളായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ അവരുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ രീതികൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരിക്കലും ചിത്രകലയെ ഞാൻ അവഗണിച്ചിട്ടില്ല. എൻ്റെ ജീവിതയാത്രയിലും എപ്പോഴും എൻ്റെ ചിത്രങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചിത്രങ്ങൾ കാണുക, ഗാലറി സന്ദർശിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വരയ്ക്കാനുള്ള ഒരു ഊർജം അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. 10-30ഓളം വർഷങ്ങളായിട്ട് അധ്യാപകനായിരുന്നു. ചിത്രകല അധ്യാപകനല്ലായിരുന്നു. 21 റിട്ടയറായി. അപ്പോൾ അതിനുശേഷം ഈ ക്യാമ്പിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എനിക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുള്ള ഒരു പ്രോത്സാഹനമൊക്കെ ക്യാമ്പിലെ അംഗങ്ങൾ തരുന്നുണ്ട്. ദ ക്യാമ്പ് പേരാമ്പ്ര എന്നത് പേരാമ്പ്രയും പരിസരത്തുള്ള ചിത്രകലയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു സംഘടനയാണ്. പ്രധാനമായിട്ടും ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ചിത്രകലയെ കുറച്ചുകൂടി ഒരു ജനകീയവൽക്കരിക്കുക, ചിത്രങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. അതേപോലെ തന്നെ എത്രയോ ചിത്രകാരന്മാർ ഇത്തരം അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ കൂടുതലായിട്ട് പുറത്ത് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഗ്രൂപ്പിനുണ്ട്. ചിത്രകല അധ്യാപകന്മാരുണ്ട്. അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും ഇതിലെ അംഗങ്ങളാണ്. അപ്പോൾ സാധാരണക്കാരുണ്ട്. ഇവരൊക്കെ നമ്മൾ ഒന്നിച്ചു ചേർത്തുകൊണ്ടാണ് ഈ സംഘടന രൂപീകരിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 45ഓളം മെമ്പർമാരാണ് നമുക്ക് ഈ സംഘടനയിലുള്ളത്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന ചിത്രപ്രദർശനത്തിൽ 22ഓളം ചിത്രകാരന്മാരാണ് അവരുടെ കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഇങ്ങനൊരു ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ സാധാരണയായിട്ട് ചെയ്തു വരാറുള്ളത് പല പ്രദേശങ്ങളിലും പോയിട്ട് ചെറിയ ക്യാമ്പ്, 1 ഡേ ക്യാമ്പ്, അതേപോലെ തന്നെ 2 ഡേ ക്യാമ്പ് നടത്തിയിട്ട് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല മറ്റ് ജില്ലകൾ, അതായത് വയനാട്ടിലും പരിസര പ്രദേശത്തുള്ള ജില്ലകളിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ക്യാമ്പ് നടത്താറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ആക്രിലിക്കാണ്. അതുപോലെ തന്നെ വാട്ടർ കളറും ഉപയോഗിക്കാറുണ്ട്. ഈ ക്യാമ്പുകളിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സംവാദങ്ങളും പ്രസംഗങ്ങളും ചിത്രകലയിൽ വ്യാപൃതരായിട്ടുള്ള പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ക്യാമ്പ് സന്ദർശിക്കുകയും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരാറുണ്ട്. ഏകദേശം 10-20ഓളം ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 3-4 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മിക്ക ചിത്രകാരന്മാർക്കും അവർ വന്നപ്പോഴുണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് എത്രയോ മെച്ചം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ചിത്രകല എങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ ചിത്രകലയെക്കുറിച്ചുള്ള അവരുടെ ഒരു വിഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. അവരുടെ ക്രാഫ്റ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല, പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫ്രീ ആയിട്ട് അവരുടെ ചുമരുകളിലൊക്കെ ഞങ്ങൾ ചിത്രം വരച്ച് കൊടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിലെ GUP സ്കൂളിലുള്ള ചുമരുകളിൽ കുറേ ചിത്രങ്ങൾ ഞങ്ങളുടെ സംഘടന ഫ്രീ ആയിട്ട് വരച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പേരാമ്പ്ര പഞ്ചായത്ത് തന്നെ ഒരു ആർട്ട് ഗാലറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിയപ്പോൾ ക്യാമ്പിനെയാണ് അവർ വന്ന് ക്ഷണിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 1 ഡേ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിക്കുകയും 40-40ഓളം പെയിൻറ്റിങ്സ് വരച്ചു തീർക്കുകയും പഞ്ചായത്തിൻ്റെ ഒരു ആർട്ട് ഗാലറിയിൽ സ്ഥിരമായിട്ട് പ്രദർശിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ട് ചെറിയ ക്ലാസ് കൊടുക്കുകയും അതേപോലെ തന്നെ 1 ഡേ ക്യാമ്പ് നടത്തിയിട്ട് അവരെയും കൂടി ഇതിലേക്ക് പ്രചോദനം കിട്ടുന്ന രീതിയിൽ നടത്തണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്കുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സോമനാഥൻ പി. പേരാമ്പ്രയും ചുറ്റുവട്ടത്തും ജീവിക്കുന്ന പല തലത്തിലുള്ള മനുഷ്യരുടെ, പല പ്രായത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് ദി ക്യാമ്പ്. ചിത്രകല, ശില്പകല എന്നീ കലകളോടുള്ള ഇഷ്ടം മാത്രമാണ് ഈ സംഘത്തിൽ പൊതുവായി ഉള്ള അവരെ ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം. വ്യത്യസ്ത ജീവിത തുറകളിൽ നിന്ന് വരുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ ഈ ചിത്രപ്രദർശനത്തിൽ അതിൻ്റെ ബഹുസ്വരത അത്രയും കലർന്നിരിക്കുന്നത് കാണാം. ചിത്രകല അഭ്യസിച്ചവരുണ്ട്, അഭ്യസിക്കാത്തവരുണ്ട്, അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ജോലിക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അങ്ങനെ പല തലങ്ങളിൽ നിന്ന് ജീവിതത്തെ നോക്കിക്കാണുന്ന, സമൂഹത്തെ നോക്കിക്കാണുന്ന, സൗന്ദര്യത്തെ നോക്കിക്കാണുന്ന, അവനവനെ നോക്കിക്കാണുന്ന വ്യക്തികളുടെ വ്യത്യസ്തമായ ചിത്രങ്ങളുടെ ഒരു കലക്ഷനാണ് ഈ പ്രദർശനത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. തീർച്ചയായും അത് പേരാമ്പ്ര എന്ന ഒരു ദേശത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കാവുന്ന, അതിൻ്റെ പോളിഫോണി എന്ന് വിളിക്കാവുന്ന എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ചിത്രത്തിന് നാനാതരങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് തീർത്തും സന്തോഷകരമായ കാര്യമാണ്. ഞാൻ വിജു ഇടത്തിൽ, പേരാമ്പ്ര സ്വദേശി. ഞാൻ ഒരു സ്കൂളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. ചിത്രകല ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളല്ല, പക്ഷേ എൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഉള്ള ഒരു മാർഗം എന്ന നിലയ്ക്കാണ് ചിത്രകല ഞാൻ കണ്ടെത്തിയത്. ഈ ക്യാമ്പിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആശയങ്ങൾ കൃത്യമായ രീതിയിലേക്ക് പ്രകടിപ്പിക്കുന്നതിന് ക്യാമ്പിലെ മറ്റ് കലാകാരന്മാരുടെ രീതികൾ കണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഗുണമുണ്ടായിട്ടുണ്ട്. വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളാണ് ക്യാമ്പിൽ ഉള്ളത്. ചിത്രകലയാണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ചിന്താഗതി ഉള്ള ക്യാൻവാസുകളിലെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ആശയങ്ങൾ എങ്ങനെ മറ്റതിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമായിട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ ആശയം നമ്മുടെ ആശയം എങ്ങനെ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പ്രദർശനത്തിൻ്റെ ക്യൂറേറ്ററായിരിക്കുന്നത് ശ്രീജേഷ് PM എന്ന കലാധ്യാപകനാണ്. നടുവണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. ഒട്ടനവധി ക്യാമ്പുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് എക്സിബിഷൻസിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കേരള ചിത്രകലാ പരിഷത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിലും, അതേപോലെ തന്നെ പോസ്റ്റ് ഇൻവിസിബിൾ എക്സിബിഷൻ ഓഫ് പെയിൻറ്റിങ്സ് കൊയിലാണ്ടിക്കടുത്തുള്ള കാപ്പാട് വെച്ച് നടന്ന എക്സിബിഷനിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ഗ്രൂപ്പ് എക്സിബിഷനിലും പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധി പദം എന്ന ഒരു സീരീസിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശ്രീജേഷാണ് ഞങ്ങളുടെ ഈ ക്യാമ്പിൻ്റെ ക്യൂറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. പേരാമ്പ്രയിലെ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ദി ക്യാമ്പ് പേരാമ്പ്രയുടെ കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ ഇന്ന് സമാപിക്കുന്ന ദ എൻഡ്ലെസ് എക്സ്പ്രഷൻ ചിത്രപ്രദർശനത്തെ പറ്റിയുള്ള പരിപാടിയാണ് ആർട്ട് കഫേയിൽ കേട്ടത്. നിർവഹണ സഹകരണം അഖിൽ കെ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.